താൻ NDAയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ചന്ദ്രബാബു നായിഡു. ഇക്കാര്യത്തിൽ പുനരാലോചനയില്ല. തെലുങ്ക് ദേശത്തിന്റെ വിജയം ജനാധിപത്യത്തിന്റെ നേട്ടമാണ്. ചരിത്ര വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദിയെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു. NDA യോഗത്തിൽ പങ്കെടുക്കാൻ അല്പസമയത്തിനകം ചന്ദ്രബാബു നായിഡു ഡൽഹിയിലേക്ക് തിരിക്കും. അലക്സ് റാം മൂവ്ന്നുണ്ട് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന്. അലക്സ്, അങ്ങനെ അത്തരം അഭ്യൂഹങ്ങൾക്ക് വിരാമമിടുകയാണ്. NDAയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ചന്ദ്രബാബു നായിഡു. ഇന്ത്യ സഖ്യം ലക്ഷ്യമിടുമ്പോഴും എന്തൊക്കെയാണ് വിവരങ്ങൾ അലക്സ്? ഉന്മേഷ, തീർച്ചയായും ചന്ദ്രബാബു നായിഡു അങ്ങനെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഈ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നത് ആദ്യമാണ്. ഇത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയാണ്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി. അത് മുൻ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയാണ് ഇത് കാണുന്നത്. ഇവിടെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അതിൽ രണ്ടു കാര്യങ്ങൾ അദ്ദേഹം പ്രധാനമായി പറഞ്ഞു. ഒന്ന്, ജഗൻമോഹന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനുമേറ്റ തിരിച്ചടിയാണ് ഈ ജനവിധി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ദേശീയ തലത്തിൽ അടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഇന്ത്യ മുന്നണിയിലേക്ക് ചന്ദ്രബാബു നായിഡു പോകുമോ എന്നുള്ള ചോദ്യമാണ്. കാരണം അത്തരം ചില നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി എന്ന തരത്തിൽ ചില അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചന്ദ്രബാബു നായിഡു പറയുന്നത് അദ്ദേഹം നിലവിൽ NDAയുടെ ഭാഗമാണെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുകയാണ്, ഉറപ്പിച്ചു പറയുകയാണ്. താൻ NDAയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ചും അദ്ദേഹത്തോട് ആ കാര്യം ചോദിച്ചു. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, താൻ NDAയുടെ ഭാഗമാണ്, അതിൽ ഉറച്ചു നിൽക്കും, അതിനകത്ത് ഒരു മാറ്റവുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അഭ്യൂഹങ്ങൾ അദ്ദേഹം പൂർണ്ണമായി തള്ളുന്നു.